ഏറെ സ്നേഹം നിറഞ്ഞ NSS കുടുംബാംഗങ്ങൾ, ഈ വാക്ക് പറയാൻ കാരണം എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ NSSന്റെ ഒരു വോളണ്ടിയർ ആയിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. NSSും NSSന്റെ ക്യാമ്പുകളും ഒക്കെ വളരെ മനോഹരമായിട്ട് ആസ്വദിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് കുറേയേറെ കാര്യങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു NSS യൂണിറ്റ് ആയതുകൊണ്ട് ഞാൻ പഠിച്ച രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോട്ടയത്തിലുള്ള എൻ്റെ കോളേജ് ജീവിത കാലഘട്ടത്തിലാണ് NSSുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ചും എനിക്ക് വളരെ സജീവമായി ഇടപെടാനുള്ള അവസരമുണ്ടായിരുന്നു. ഇന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന വിഷയം വിദ്യാർത്ഥികളും വായനശാലകളും NSS ഇടപെടലുകളും എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ ഇവിടെ അവസാനിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ NSSന്റെ യാത്രകളുടെ ആരംഭം തുടങ്ങുന്നത് പോലെ നോട്ട് മീ ബട്ട് യു എന്നുള്ള അതിന്റെ ആപ്തവാക്യത്തിൽ എനിക്ക് സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സൊസൈറ്റിക്ക് വേണ്ടി, എൻ്റെ നാടിന് വേണ്ടി, എൻ്റെ ചുറ്റുപാടിന് വേണ്ടി, ഞാൻ ഇടപെടുന്ന തലങ്ങൾക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന വളരെ സജീവമായിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് NSSന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ തുടങ്ങാറുള്ളത്. വായനശാലകളിലേക്ക് വരുന്ന സമയത്ത് പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വളരെയേറെ സജീവമായ ചർച്ചകളൊക്കെ കഴിഞ്ഞ മാസങ്ങളിൽ നടക്കുകയുണ്ടായി. കഴിഞ്ഞ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും വായന വാരാചരണവും വായന പക്ഷാചരണവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വളരെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നമ്മളുടെ പലയിടങ്ങളിലും ഒക്കെ ആയിട്ട് നടക്കുന്നു. വളരെ സജീവമായി ഇവിടെ ഉണ്ടാകുന്ന ഒരു ചോദ്യം, വായന ഒരു മനുഷ്യനെ ഏത് രീതിയിലാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. വായന ഒരു മനുഷ്യനെ ഏത് രീതിയിലേക്ക് സ്വാധീനിക്കുന്നു എന്ന് പറയുന്നതിന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും മനോഹരമായ ഉത്തരം, വായന ഒരു മനുഷ്യനെ മോചിപ്പിക്കുന്നു എന്നുള്ളതാണ്. എവിടെ നിന്ന് മോചിപ്പിക്കുന്നു എന്നുള്ള വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം അവിടെ വരും. വായന ഒരു മനുഷ്യനെ അവനെ മാത്രം മനസ്സിലായിടത്തു നിന്ന് അവനെ കാലങ്ങളായിട്ട് അവന്റെ സാമുദായികമായിട്ട് അവന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ബന്ധനങ്ങൾ സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനുമാണ്. നമ്മൾ ജനിച്ച ഇടങ്ങൾ, നമ്മൾ ജനിച്ച നാട്, നമ്മൾ കണ്ടിട്ടുള്ള സംസ്കാരം, നമ്മൾ അനുഭവിച്ചിട്ടുള്ള മനുഷ്യർ തുടങ്ങി നമ്മൾ ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ പല ബന്ധങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നുമുള്ള ഒരു മോചനം നടത്തുന്ന ഏറ്റവും മനോഹരമായ പ്രക്രിയയെ നമുക്ക് വായന എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു പക്ഷേ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റിയ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ ചെറിയ ഒരു പരിതസ്ഥിതി, ആ പരിതസ്ഥിതിക്ക് അപ്പുറത്തേക്ക് ഒരു കാലഘട്ടത്തെ മനസ്സിലാക്കാൻ, നമ്മൾ അനുഭവിക്കാത്ത ജീവിതത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ, നമ്മൾക്ക് ഒരു വലിയ ലോകത്തെ അനുഭവേദ്യമാക്കാനുള്ള ഏറ്റവും മനോഹരമായ പ്രക്രിയയാണ് വായന. ഇനി നമ്മുടെ പുസ്തകങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വായനാ സംസ്കാരങ്ങളിലേക്കൊക്കെ നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിലേക്കുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്നൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഇന്നിവിടെ വളരെ വിശാലമായിട്ടുള്ള രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് ഒരിക്കൽ ഒരു ട്രെയിൻ യാത്രയിൽ പോകുന്ന സമയത്ത് വളരെ കൗതുകകരമായി കണ്ട ഒരു കാഴ്ചയുണ്ട്. കൗതുകകരമായി കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒരു 6 വയസ്സുകാരി പുസ്തകം എടുത്ത് വായിക്കുന്നതാണ്. ഇതെങ്ങനെയാണ് കൗതുകകരമായ വാർത്തയാവുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമാണ്. കാരണം ഒരു 6 വയസ്സുള്ള ഒരു കുട്ടി ഒരു ഫോൺ ഉപയോഗിക്കുന്നത് എന്ന് കൗതുകകരമായ കാഴ്ചയാണ്. ഫോൺ ഉപയോഗിക്കാതെ ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ലഭിച്ച വളരെ ചെറിയൊരു സമയം ഒരു പുസ്തകം എടുത്തൊരു കുട്ടി വായിക്കുന്നുണ്ട്, ഒരു കഥാപുസ്തകം എടുത്ത് വായിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കൗതുകകരമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ചെറിയ സാമൂഹികപരമായിട്ട് ഇടപെടലുകൾ വേണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ കുട്ടി സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി അടുത്തിരിക്കുന്ന ഒരാളോട് പറയുന്നുണ്ട്, എൻ്റെ അമ്മ ഒരുപാട് പുസ്തകം വായിക്കുന്ന ഒരാളാണ്, അപ്പൊ അതുകൊണ്ട് ഞാനും പുസ്തകങ്ങൾ വായിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും കുട്ടികളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് തബുല റാസ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി നമ്മൾ പറയാം. തബുല റാസ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിന്റെ അർത്ഥം ബ്ലാങ്ക് സ്ലേറ്റ് എന്നുള്ളതാണ്. അപ്പൊ ഒരു കുട്ടി വളർന്നു വരുന്ന ഒരു പരിതസ്ഥിതിയിൽ ആ കുട്ടിയുടേതായിട്ടുള്ള ഒരു സമൂഹം, ആ കുട്ടിയുടെ ഇടപെടലുകൾ നടത്തപ്പെടുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഏതൊരു കുട്ടിയുടെയും വളർച്ചയിൽ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ, നിർണായകമായിട്ട് ഇടപെടലുകൾ വളർത്തും എന്നുള്ളതിനെ പറ്റി വിവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൺസെപ്റ്റ് പലപ്പോഴും, ഈ ലാറ്റിൻ ഫ്രേസ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന രക്ഷിതാക്കളെ കാണുന്ന സമയത്ത് കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ നമുക്കൊരു തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല. നന്നായി കഥകൾ കേട്ട് മാത്രം ഉറങ്ങിയിരിക്കുന്ന ഒരു കുട്ടി സ്വാഭാവികമായിട്ട് രാത്രിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറയണം? ഒരു കഥ പറഞ്ഞു താ എന്ന് പറയണം. ഒരു കഥ പറഞ്ഞാൽ മാത്രമേ എനിക്ക് ഉറക്കം കിട്ടുള്ളൂ. നമ്മുടെയൊക്കെ നമ്മളുടെയൊക്കെ ശീലകളിൽ എവിടെയൊക്കെയോ ആ കഥകൾ കേട്ട് വളർന്നു നമ്മളുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ അമ്മൂമ്മമാരോ വളരെ പ്രായം ചെന്നവരൊക്കെ നമ്മൾക്ക് 1-2 കഥകളൊക്കെ ഒരു പക്ഷെ നമ്മളുടെ ബാല്യകാലങ്ങൾ എവിടെയെങ്കിലും വെച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് ഉറങ്ങണമെങ്കിൽ കഥകൾ കേൾക്കണം എന്ന് പറയുന്ന ഒരു ലഹരി അവർക്കുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ ഇമാജിനേഷനെ, അവരുടെ വളർച്ചയൊക്കെ വളരെ സ്വാഭാവികമായിട്ടും അത് സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് ഇന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ വേണമെന്ന് വാശി പിടിക്കുന്ന ഒരു കുട്ടി, എന്റെ കുഞ്ഞ് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് രക്ഷിതാവ് പറയുന്ന സമയത്ത് ആ ശീലം പഠിപ്പിച്ചു കൊടുത്തത് ആരാണ് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം അവിടെ വരുന്നത്.
അപ്പോൾ രക്ഷിതാവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന രീതിയിൽ നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യരിലേക്ക് ചില ഹാബിറ്റുകൾ ഉണ്ടാക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നു. നമ്മൾ പലപ്പോഴും കുട്ടികളോട് നോ എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവർ ആദ്യം എന്ത് ചെയ്യും? അത് ചെയ്യും. അത് പുതിയ കാര്യമൊന്നുമല്ല. ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള വളരെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളിലൂടെയാണ് മനുഷ്യൻ രൂപപ്പെടുന്നത്. നമ്മളിപ്പോ ഒരു ഭക്ഷണം വേസ്റ്റ് ആക്കരുത് എന്ന് കുട്ടിയോട് പറയും, ഭക്ഷണം പാഴാക്കരുത് എന്നൊരു കുട്ടിയോട് പറയുന്നു. പലപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ നോക്കിക്കഴിഞ്ഞാലൊക്കെ ഉച്ച ഭക്ഷണം സ്കൂളുകളിൽ കൊടുക്കുന്ന 9ാം ക്ലാസ് വരെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്നതാണെന്നുണ്ടെങ്കിലും പകുത്തു വെക്കലിന്റെ സന്തോഷം ഒരു ഭാഗത്തുണ്ടെങ്കിലും ചില കുട്ടികളെങ്കിലും ഭക്ഷണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതേപോലെ വേസ്റ്റ് പാത്രത്തിൽ കളയുന്ന ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പൊ ഇത് പറഞ്ഞിട്ടും കേൾക്കാത്ത കുട്ടികളും പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു കുട്ടിയോട് അവൻ അനുഭവേദ്യമാകുന്ന തലത്തിലേക്ക് ബിരിയാണി പോലെയുള്ള സന്തോഷ ചിക്കാരത്തിന്റെ ബിരിയാണി പോലുള്ള ഒരു കഥ വായിക്കാൻ ഇടയായാൽ അതുണ്ടാക്കുന്ന അനുഭവ തലം വേറെ. ബിരിയാണി എന്ന് പറയുന്ന കഥ നിങ്ങൾ ബഹുഭൂരിപക്ഷം പേരും വായിച്ച ഒരു കഥയായിരിക്കും. അവിടെ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ട് നമ്മുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന പല മനുഷ്യരുടെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഒരു പക്ഷെ നമുക്ക് കഴിയാറില്ല. ഒരു ജോലി ചെയ്യുന്നു, പോകുന്നു. അതിനപ്പുറത്തേക്ക് അവർക്കും ജീവിതത്തിന്റെ പച്ചയായ കരുപ്പിടിപ്പിച്ചെടുത്ത ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നും അവരുടെ ജീവിതത്തിന്റെ പല ഓരങ്ങളിലും പല സങ്കടങ്ങളുടെയും വിഷമകരമായ വിഷമസന്ധ്യകളുടെയും ഒക്കെ കണ്ണീര് വറ്റി പാർക്കുന്നുണ്ട് എന്നും പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനെ ആണ് ഒരു കല്യാണത്തില് അധികമായി വന്ന ബിരിയാണിയൊക്കെയും മൂടുന്നതിന് വേണ്ടി കുഴിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നത്. ആ കുഴിയെടുക്കുന്നത് കൂടുതലായി വന്ന ബിരിയാണി ചെമ്പ് കണക്കിന് ബിരിയാണികളൊക്കെയും ഇട്ട് മൂടുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു കുഴിയെടുക്കാൻ വേണ്ടി അയാൾ തയ്യാറാവുന്ന സമയത്ത് വിശപ്പിന്റെ വിളി അറിഞ്ഞ, വിശപ്പിന്റെ വേദന അറിഞ്ഞ തന്റെ മകളെ, വിശന്ന് മരിച്ച തന്റെ മകളെ കുഴിയെടുത്ത് മൂടുന്നതിന് വേണ്ടി, ആ കുഴിയെടുത്ത ഓർമ്മയാണ് ബിരിയാണി ഇട്ട് മൂടുന്നതിന് വേണ്ടി കുഴിയെടുക്കുന്നതിന് വേണ്ടി ഇരിക്കുമ്പോൾ ഈ തൊഴിലാളിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ബസുമതി എന്ന് വിളിച്ച് കരയുന്ന ഒരു കഥാനായകനെ നമ്മൾ ആ കഥയുടെ അവസാനത്തേക്ക് നമ്മൾ കാണുന്നു. അപ്പൊ ചോദ്യം എന്ന് പറയുന്നത്, ഇത് അനുഭവേദ്യ തലമായ രീതിയിലേക്ക് അനുഭവിച്ചിട്ടുള്ള ആ കഥ വായിച്ചിട്ടുള്ള, ആ കഥയെ അനുഭവേദ്യമായ രീതിയിലേക്ക് അനുഭവിച്ചിട്ടുള്ള ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു ഭക്ഷണം പാഴാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുമുള്ള ഒരു ചോദ്യം മനസ്സിൽ വരും. അപ്പൊ ഈ രീതിയിലേക്ക് വായനയെ ഏത് രീതിയിലേക്ക് ഒരു മനുഷ്യന്റെ മാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു ചോദ്യമായിരിക്കണം നമ്മൾ സ്വാഭാവികമായിട്ടും ഉന്നയിക്കേണ്ടത്. നമ്മളിപ്പോ വിശപ്പിന്റെ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പൊ 2018-ലും 2019-ലും ഒക്കെ വളരെ ഭീകരമായ രീതിയിൽ പ്രളയം നമ്മൾ കണ്ട സമയത്ത് വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തകഴിയുടെ വെള്ളപ്പൊക്കത്തിലൊക്കെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടും അത് മനുഷ്യന്റെ ആവാസ വ്യവസ്ഥിതിയൊക്കെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ ചേനപ്പറയനും ഒരു നായയും ഒരു പട്ടിയും തമ്മിലുള്ള വളരെ ആത്മബന്ധത്തെ പറ്റിയിട്ടുള്ള കഥകളൊക്കെ നമ്മളവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അനുഭവേദ്യമാകാത്ത ഒരു കാര്യത്തെ പോലും ആ തലങ്ങളിലേക്ക് കൊണ്ടുപോയി നമ്മളെ അനുഭവിപ്പിക്കുന്ന കഥകളിലേക്ക് നമ്മൾക്ക് നമ്മുടെ തലമുറയെ സ്വാഭാവികമായിട്ടും പിടിച്ചിരുത്താൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. നമ്മുടെ കാലഘട്ടം അത് ഏത് രീതിയിലേക്കാണ് വികസിച്ചത് എന്ന് പറയുന്നതിന് വേണ്ടി സ്വാഭാവികമായിട്ടും പുസ്തകങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. 110 വർഷങ്ങൾക്ക് മുമ്പ് കുമാരനാശാൻ രാമായണത്തിന്റെ പരിതസ്ഥിതികമായി സ്വാഭാവികമായിട്ടുള്ള വായനയ്ക്കപ്പുറത്ത് നിന്ന് നമ്മൾ രാമായണ മാസത്തിലേക്ക് കടക്കാം. അപ്പോൾ രാമായണത്തിന്റെ സ്വാഭാവികമായിട്ടുമുള്ള വായനയ്ക്കപ്പുറത്തേക്ക് നിന്നുകൊണ്ട് രാമായണത്തെ സീതയുടെ കണ്ണിലൂടെ നോക്കിക്കണ്ടുകൊണ്ട് ചിന്താവിഷ്ടിയായ സീത എന്ന് പറയുന്ന ഒരു കാവ്യം രചിക്കുന്നു. 100 വർഷങ്ങൾക്കപ്പുറത്തേക്കാണ് ആ കാവ്യം രചിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് സീതയുടെ ചിന്തയിലൂടെ അവരുടെ ജീവിത സന്ധ്യകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന സമയത്ത് രാമായണത്തിന് പുതിയൊരു വായന സാധ്യമാണ് എന്ന് പഠിപ്പിക്കുന്നിടത്ത് ഏത് കാലഘട്ടം മുതലാണ് സ്ത്രീപക്ഷ രചനകളുടെ ആവിർഭാവം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾക്കൊരു കാഴ്ചപ്പാട് ലഭിക്കുന്നു. കുമാരനാശാന്റെ തന്നെ വളരെ ചെറിയ ഒരു കാവ്യം നമ്മൾ പലപ്പോഴും ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ തെറ്റി നിനക്കൊന്ന് ചൊല്ലാം പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം എന്നൊക്കെ ഒരു കുഞ്ഞ് അമ്മയോട് ഒരു പൂക്കളിൽ നിന്ന് പറന്നു പോകുന്നത് പൂക്കളാണ് എന്ന് പറയുന്ന സമയത്ത് അതൊക്കെ പൂമ്പാറ്റകളാണ് എന്ന് തിരുത്തി പറയുന്ന അമ്മയെ നമ്മൾ കാണുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കവിതകളിലേക്കും ഇങ്ങനെയുള്ള കഥാപരിസരങ്ങളിലേക്കും ഒക്കെ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് നമ്മുടെ തലമുറയെ ചേർത്ത് പിടിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള എഴുത്തുകാരൻ ബഷീറിന്റെ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കഥ ഈ അടുത്ത് വീണ്ടും ഒന്ന് വായിക്കാനിടയാണ്. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ബഷീറിന്റെ തന്നെ ജീവിതത്തിൽ നിന്നും എടുത്ത ഒരേടാണ്. ആ കഥയിൽ പറഞ്ഞിരിക്കുന്നത്, ഹിമാലയൻ താഴ്വാരങ്ങളിൽ എവിടെയോ ജോലി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ ആൾക്കാർക്ക് ഒപ്പിടാനും അഡ്രസ് എഴുതാനും വേണ്ടി പഠിപ്പിക്കുന്നതാണ് കഥാനായകന്റെ ജോലി.
ഒപ്പിടാനും അഡ്രസ് എഴുതാനും പഠിക്കുന്നത് വലിയ തരത്തിലേക്കുള്ള സാക്ഷരതയുടെ ഏറ്റവും അടയാളമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കഥ നടക്കുന്നത്. ഒരിക്കല് ഉച്ചയ്ക്ക് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കഥാനായകൻ. നിങ്ങൾ പലരും ഈ കഥ വായിച്ചിട്ടുണ്ടോ? ഉച്ചയ്ക്കാണ് എഴുന്നേൽക്കുന്നത് എന്നുള്ളത് കൊണ്ടുള്ള ഗുണം രാവിലെ ഭക്ഷണം കഴിക്കേണ്ടതിനെ പറ്റിയിട്ടുള്ള ആലോചന ഇല്ല എന്നുള്ളതാണ്. രാവിലെ എന്ത് കഴിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ടെൻഷനില്ല. കാരണം സാമ്പത്തികമായിട്ടില്ല, എന്ത് കഴിക്കണം എന്നുള്ളതിനെ പറ്റി ടെൻഷനില്ല. ഉച്ചയ്ക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റിയിട്ട് ആലോചന. ഉച്ചയ്ക്ക് എഴുന്നേറ്റ് ഒരു ഹോട്ടലിലേക്ക് കയറി ചെന്ന് അവിടെ നിന്ന് ചിക്കനും ചപ്പാത്തിയും ഒക്കെ കഴിച്ചതിന് ശേഷം 3/4 രൂപയോളം ബില്ലാവുന്നു. അതിനുശേഷം മാനേജറുടെ അടുത്ത്, അതിന്റെ മുതലാളിയുടെ അടുത്ത് ചെന്നിട്ട് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് കഥാനായകൻ ശ്രമിക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് താൻ പോക്കറ്റടിക്കപ്പെട്ടിരിക്കുന്നു. താൻ പോക്കറ്റടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വളരെ നിസ്സഹായമായ ഒരു അവസ്ഥ ആ കഥാനായകൻ അവിടെ വിവരിക്കേണ്ടി വരുന്ന സമയത്ത്, ആ ഹോട്ടൽ ഉടമയോട് ഈ കാര്യം പറയുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, വേല കയ്യിൽ വെച്ചിരുന്നാൽ മതി, നിന്റെ കോട്ട് അവിടെ ഉരുവെക്കണം. കോട്ട് ഉരുവെക്കുന്ന കഥാനായകനോട് രണ്ടാമതും ആക്രോശിച്ചുകൊണ്ട് മറ്റൊരു കൽപ്പന കൂടി വരുന്നുണ്ട്, ആ പാന്റും കൂടെ അവിടെ അഴിച്ചു വെച്ചേക്കും. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് അവിടെ വീണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യർ ചിരിക്കുന്നതായിട്ട് ബഷീർ ആ കഥയിൽ എഴുതി വെക്കുന്നു. നീ നിന്റെ ട്രൗസറും കൂടെ ഉരുവെച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയുന്നിടത്ത് നിന്ന് വളരെ ആത്മാഭിമാനത്തിന്റെ കണികകളുടെ ഏറ്റവും അവസാനത്ത് നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ വിഷണ്ണനായിട്ട് വിഷാദനായിട്ട് നിൽക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ നിന്നൊരു മനുഷ്യൻ മുന്നോട്ട് വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇയാളുടെ കഴിച്ചതിന്റെ ബില്ല് എത്രയും ഞാൻ കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ ബില്ല് അവിടെ പേ ചെയ്തതിന് ശേഷം ഹോട്ടലിന്റെ പുറത്തേക്ക് കഥാനായകനെയും കൂട്ടിക്കൊണ്ട് അയാൾ കടന്നു പോകുന്നു. അതിനുശേഷം അയാൾ പറയുന്നുണ്ട്, ഒരു 5-6 പേഴ്സ് നീട്ടി വെച്ചുകൊണ്ട് ഇതിലേത് പേഴ്സാണ് നിങ്ങളുടേത് എന്ന് ചോദിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ആ വ്യക്തിയുടെ ആത്മാഭിമാനം അവിടെ പണയം വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്ന സമയത്ത് ആ മനുഷ്യനെ അവിടെ രക്ഷിച്ചതും ഒരു കള്ളനാണ്. അയാൾ കാരണമാണ് സംഭവം ഉണ്ടായതെങ്കിൽ പോലും അയാളാണ് ആ പൈസ കൊടുത്തുകൊണ്ട് അയാളുടെ ആത്മാഭിമാനത്തെ അവിടെ രക്ഷിച്ചത്. നമ്മൾ ഈ കഥ വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഈ കള്ളനെയാണോ, മറിച്ച് ആ ഇടത്ത് ഒരു മനുഷ്യന്റെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സാഹചര്യം ഉണ്ടായിരുന്ന, എന്നിട്ടും തുടർന്നും ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അവിടെയുള്ള മനുഷ്യരെയാണോ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആ മനുഷ്യരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുമ്പോഴാണ് മാനവിക തലങ്ങളിലേക്ക് നമ്മുടെ വായനയെ നമുക്ക് ഉണർത്താൻ വേണ്ടി കഴിയുന്നത്. കാരണം അവിടെ ഒരു കള്ളനെ അവന്റെ ജീവിത പരിസരങ്ങളോ അവന്റെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പരീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് പൈസ ഉണ്ടായിട്ടും കൊടുക്കാമായിരുന്നിട്ടും ചിരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവനെ സഹായിക്കാതിരുന്ന മനുഷ്യനെയും കൂടി കാണാൻ പറ്റുന്ന സമയത്താണ് നമ്മുടെ വായന പുതിയ തലങ്ങളെ സ്വാഭാവികമായിട്ടും പുതിയ തലങ്ങളെ തേടിക്കൊണ്ട് പോകേണ്ടത്. അപ്പൊ ഈ രീതിയിലേക്ക് ഏറ്റവും സജീവവും സമ്പന്നവുമായിട്ടുള്ള നമ്മുടെ വായനാ ലോകത്തെ ചേർത്ത് പിടിക്കാൻ, നിങ്ങൾ വായിച്ചിട്ടുള്ള നിങ്ങളുടെ വായനാനുഭവത്തെ മറ്റൊരു ആൾക്കാരിലേക്ക്, നിങ്ങളുടെ ഇടങ്ങളിൽ വളരെ സ്വാഭാവികമായിട്ടുള്ള ചർച്ചകളിലേക്ക് ഈ കഥാപാത്രങ്ങളും ഒക്കെ കടന്നു വരുന്ന ഒരു സ്വാഭാവികമായ അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. അതിനാദ്യം നമ്മൾ തന്നെ നമ്മുടെ വളരെ സമ്പന്നമായിട്ടുള്ള സാഹിത്യ ലോകത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കാരൂരിന്റെയും തകഴിയുടെയും എസ് കെ പൊറ്റക്കാടിന്റെയും MT യുടെയും അടക്കമുള്ളവരുടെ കഥകൾ സൃഷ്ടിച്ചിരുന്ന മനോഹരമായ ലോകമുണ്ട് എന്ന് നമ്മൾ കാണുന്നു. കവിതകളുടെ ലോകത്ത് ആശാനും ഉള്ളൂരും വള്ളത്തോളും അയ്യപ്പ പണിക്കറും കടമനിട്ടയും ഉൾപ്പെടെ കവിതകളെ മനോഹരമാക്കിയ, കാൽപ്പനികയുടെ ലോകത്ത് പി കുഞ്ഞിരാമൻ നായരുടെയും ചങ്ങമ്പുഴയുടെയും അടക്കമുള്ള കവിതകൾ ഏറ്റവും പുതിയ കാലഘട്ടത്തിലേക്കുള്ള കവികൾ ഉൾപ്പെടെയുള്ളവരുടെ കവിതകളുടെ ലോകത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. നോവലിന്റെ വിശാലമായ ലോകത്ത് കുന്തലതയിലെയും ഇന്ദുലേഖയ്ക്ക് അപ്പുറത്തേക്ക് പുതിയ കാലഘട്ടത്തിന്റെ നോവൽ വ്യാപാരങ്ങളെ പറ്റിയിട്ട് നമ്മളെ സംസാരിക്കുന്ന സമയത്ത് ഖസാക്കിന്റെ ഇതിഹാസം സൃഷ്ടിച്ച ഇതിഹാസ കൃതികളെ പറ്റിയിട്ടും അതിനപ്പുറത്തേക്ക് ചെമ്മീൻ പോലെയുള്ള വളരെ പരന്ന വായനകളിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്തിയ നോവലുകളിലേക്കും ഏറ്റവും അവസാനം ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത റാം കെയർ ഓഫ് ആനന്ദി പോലെയുള്ള പുസ്തകങ്ങളിലേക്ക്, നോവലുകളിലേക്ക് നമുക്ക് നമ്മുടെ തലമുറയെ വായനാ ലോകത്തിലേക്ക് പിടിച്ചിരുത്താൻ വേണ്ടി കഴിയണം. അപ്പൊ ഇത് ഒരു വളരെ സജീവമായിട്ടുള്ള ഒരു പ്രയത്നമാണ്. അത് ബോധപൂർവമായിട്ട് ഇടപെടലുകളായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. സുണ്ടോക്ക് എന്ന് പറയുന്ന ഒരു ജപ്പാനീസ് വാക്ക്, സുണ്ടോക്ക് കേട്ടിട്ടുണ്ടോ? സുണ്ടോക്ക് എന്നുള്ള ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? സുഡോക്ക് അല്ല, സുണ്ടോക്ക്. സുണ്ടോക്ക് എന്ന് പറയുന്ന ജപ്പാനീസ് വാക്കിന്റെ അർത്ഥം, ഈ വാക്ക് നിങ്ങൾക്ക് ഒരു പക്ഷെ പരിചയമില്ല എങ്കിൽ പോലും ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിയ ആൾക്കാരാണ് നമ്മളിൽ പലരും. ആ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് കളക്ടേഴ്സ്. നമ്മൾ ബുക്ക് ഇങ്ങനെ കളക്ട് ചെയ്ത് കൊടുക്കുക, വായിക്കില്ല, മേടിച്ച് മനസ്സിലാക്കി. അതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വാക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് പുസ്തകം എന്ന് പറയുന്നത് കേവലം അലമാരക്കകത്ത് നിന്നുകൊണ്ട് അവിടെ കേവലം മറ്റു പുസ്തകങ്ങൾക്കിടയിൽ ഞെരുങ്ങേണ്ടതല്ല, മറിച്ച് അതിലുള്ള കഥാപാത്രങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് സംവദിക്കേണ്ടതുണ്ട്.
ആ പുസ്തകങ്ങൾ നിങ്ങളെ വായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു വായനക്കാരൻ അത് എടുക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിലേക്ക് അത് കാത്തിരിക്കുകയാണ്, ഒരു കാത്തിരിപ്പാണ് ഓരോ പുസ്തകവും എന്ന രീതിയിലേക്കൊക്കെ നമുക്ക് ആ പുസ്തകങ്ങളിലേക്ക് തിരിഞ്ഞു പോകാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കഥകളിൽ നമ്മൾ ഖസാക്കിന്റെ ഇതിഹാസം വായിക്കുമ്പോൾ അവിടെ അക്കുക്കിളി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നമ്മൾ കാണും. നന്ദനാറിന്റെ ഉണ്ണിക്കുട്ടന്റെ ലോകം നിങ്ങൾ വായിക്കുമ്പോൾ നിരന്തരമായ ചോദ്യങ്ങൾക്കൊക്കെയും ഏതൊരു കാര്യത്തിനും സംശയം ചോദിക്കുന്ന ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നമ്മൾ കാണുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഈ കഥാപാത്രങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഇടങ്ങളിലേക്ക്, നമ്മുടെ ഇടയിലേക്കൊക്കെ സ്വാഭാവികമായിട്ട് വന്നു ചേരും. അപ്പൊ അങ്ങനെ വന്നു ചേരുന്ന സമയത്ത് അത് വലിയ തരത്തിലേക്കുള്ള പുതിയ കാലഘട്ടത്തിന് അനുഭവമായിട്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. ആ രീതിയിലേക്ക് നമ്മുടെ വായനശാലകളെ നമ്മൾക്ക് പരീക്ഷിച്ചെടുക്കേണ്ടതുണ്ട്. മറ്റൊരു വളരെ സജീവമായ ഒരു അവസാനത്തെ, ഞാൻ എൻ്റെ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് ഉപസംഹരിക്കാമെന്ന് തോന്നുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ചർച്ചയാണ് പുതിയ കാലഘട്ടത്തിൽ വായന മരിക്കുന്നുണ്ടോ, വായന പുതിയ രീതികൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന്. അത് വളരെ സജീവമായിട്ട് ഒരു പക്ഷെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും പുതിയ കാലഘട്ടത്തിൽ പുസ്തകങ്ങൾ വായിക്കപ്പെടുന്നുണ്ട്. വായിക്കപ്പെടുന്ന പുസ്തകങ്ങളുടെ രീതികൾ മാറുന്നു. ഇന്ന് പുസ്തകങ്ങൾ വായിക്കുന്നതിന്റെ വലിയൊരു ഘടകമായിട്ടെങ്കിലും റീലുകൾ, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള റീലുകൾ ഒരു വലിയ ഘടകമായിട്ടെങ്കിലും മാറുന്നു. ഇപ്പൊ ഏതെങ്കിലും ഒരു പെട്ടെന്ന് ഒരു നിമിഷത്തിലായിരിക്കും ഏതെങ്കിലും ഒരു കവിതയുടെ, കഴിഞ്ഞ ദിവസം വീണ്ടും കർക്കിടകമൊക്കെ ആവുന്നതുകൊണ്ടാവും തോന്നുന്നത്, എന്നെങ്കക്കാടിന്റെ സഫലമീ യാത്രയുടെ 2 വരികൾ. സ്വാഭാവികമായിട്ട് ആ വരികൾ കേൾക്കുന്ന സമയത്ത് ആ കവിത ഒന്നും കൂടി എടുത്ത് വായിക്കാൻ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ഒരു താല്പര്യമുണ്ടാകും. കാരണം നമ്മളുടെ റീലുകളിലേക്കും സ്റ്റാറ്റസുകളിലേക്കും ആരുടെയൊക്കെയോ ഓർമ്മകളിലേക്ക് വരുന്ന ഒരു കഥാപാത്രത്തെ പറ്റി പരാമർശിക്കുമ്പോൾ അതിന്റെ കൃതിയിലേക്കും പോലും ഒരുപക്ഷെ നമുക്ക് കടന്നു ചെല്ലാനുള്ള സാഹചര്യം ഉണ്ടാവും. ഡിജിറ്റൽ ആയിട്ടുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞ മനുഷ്യരല്ല നമ്മൾ കാണുന്നത്. ഇപ്പോൾ പുസ്തകങ്ങൾ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഏതെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന, അപ്പൊ ഞങ്ങൾ സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് 1980കളിലും 90കളിലും ഒക്കെ പഠിക്കാൻ വേണ്ടി നിന്ന ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ അഭിമുഖീകരിച്ചിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പഠിക്കാനുള്ള പുസ്തകങ്ങൾ ലഭിച്ചിരുന്നില്ല. ഇതായിരുന്നു അവർ അഭിമുഖീകരിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. 2025 നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊരു സാധനം വായിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ 100 കണക്കിന് പുസ്തകമാണ്. ഇത് ഏത് തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് നമ്മുടെ കൺഫ്യൂഷൻ. അപ്പൊ ഇതെല്ലാ കാലഘട്ടത്തിലും ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഡിലമ ആൾക്കാരിലേക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. മറ്റൊരു കാര്യം, ഈ രീതിയിലേക്ക് മാറുന്ന സമയത്ത് കിൻഡിൽ പോലെയുള്ള PDF പോലെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോം, നിങ്ങൾക്ക് യാത്രക്കിടയിൽ പുസ്തകം കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ വലിയ സ്ക്രീനുകളുള്ള ടാബുകളിലൊക്കെ നിങ്ങൾക്ക് ഇന്ന് പുസ്തകങ്ങൾക്ക് വായിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ അത് വായിക്കാനുള്ള സാഹചര്യം നിങ്ങൾ സ്വാഭാവികമായിട്ടും നിലവിലുണ്ട്. എഴുത്തുകാരോട് നേരിട്ട് സംവദിക്കാനുള്ള എത്രയോ വേദികൾ ഇന്ന് സ്വാഭാവികമായിട്ട് നമ്മൾക്ക് ഉണ്ട്. അതിലുപരിയായിട്ട് നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഒരു എഴുത്തുകാരെ കണ്ടെത്താൻ വേണ്ടി കഴിയുന്നതിനും അത് പബ്ലിഷ് ചെയ്യുന്നതിനും, അത് 10 ബുക്കാണെങ്കിൽ 10 ബുക്ക് വളരെ മനോഹരമായി പബ്ലിഷ് ചെയ്യുന്നതിനുള്ള പുതിയ കാലഘട്ടത്തെ പബ്ലിഷിംഗ് സംവിധാനങ്ങൾ വരെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇത് ഒരു തരത്തിലേക്കും നമ്മൾക്ക് ഒരു പരാതി പറയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ള ഒരു രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഏറ്റവും അവസാനം നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് വെക്കാനുള്ള ഒരേ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ഈ വായനയെ പറ്റിയിട്ടും വായനയുടെ ആവശ്യകതയെ പറ്റിയിട്ടും ഒക്കെ സംസാരിക്കുന്നത് വളരെ നൈമിഷികമായിട്ടുള്ള, നിമിഷ നേരം കൊണ്ട് പുതിയ കാര്യത്തിലേക്കും പുതിയ തലത്തിലേക്കും മാറണം. ഏതൊരു കാര്യമാണെങ്കിലും 5 സെക്കൻഡ് 10 സെക്കൻഡ് താല്പര്യത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത, ക്ഷണികമായിട്ട് മാത്രം അറ്റൻഷൻ സ്പാൻ ഉള്ള ഒരു തലമുറയോട് കൂടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു റീല് കാണുന്ന സമയത്ത് 15 സെക്കൻഡിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് സ്ക്രോൾ ചെയ്യും. അതിനപ്പുറത്തേക്ക് ഒരാൾ വീഡിയോ ഇറക്കുമ്പോൾ തന്നെ പറയുന്നത് 10 സെക്കൻഡ് 15 സെക്കൻഡ് സമയത്തിന്റെ ഉള്ളിലേക്ക് ആളെ പിടിച്ചിരുത്തണം, കാര്യങ്ങൾ പറയണം. അപ്പൊ ഇങ്ങനെയുള്ള ആളെയാണ്, ഇങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ ഈ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെയുള്ള അറ്റൻഷൻ സ്പാനുള്ള കുട്ടികളെ നമ്മുടെ ട്രഡീഷണൽ രീതികൾ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ തരത്തിലേക്കുള്ള പ്രശ്നങ്ങളും ഒക്കെ അധ്യാപകരും ഒക്കെ അഭിമുഖീകരിക്കുന്നുണ്ടോ. നിങ്ങളും സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രശ്നം ക്ലാസ് മുറിയിൽ കാണുന്നുണ്ടാവും. ഒരു പുസ്തകം വായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. പുസ്തകം വായിക്കുന്ന പല രീതിയിലേക്കാണ്. ഒരു പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് പുസ്തകത്തിന് ആസ്വാദന കുറിപ്പ് എഴുതാൻ എത്ര മലയാള അധ്യാപകരുണ്ട്? മലയാള അധ്യാപകർ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പുസ്തക ആസ്വാദന കുറിപ്പുകളൊക്കെ എഴുതാൻ വേണ്ടി പറയുന്ന സമയത്ത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത്, ഞങ്ങൾ ഒരുപാട് കാലഘട്ടമൊന്നും ആയിട്ടില്ല, സ്കൂളുകളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നും ഒക്കെ മാറിയിട്ട്, എന്നാലും എന്തായാലും ഒരു 10-15 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്കൂളുകളിൽ നിന്ന് പഠിക്കുന്ന സമയങ്ങളിൽ നമ്മളോടൊരു പുസ്തകാസ്വാദന കുറിപ്പ് എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്കിൽ നമ്മൾ ആ പുസ്തകം വായിക്കണം, അതല്ല എങ്കിൽ വായിച്ച ആരുടെയെങ്കിലും ഭാഷാഭൂഷണിയോ അല്ലെങ്കിൽ മാതൃഭൂമിയോ പോലുള്ള ആഴ്ചപ്പതിപ്പുകൾ ആരെങ്കിലൊക്കെ, അത് പിന്നെ കൂടിയ ലെവൽ ആയതുകൊണ്ട് നമുക്കത് കോപ്പി അടിക്കപ്പെടുന്ന ടീച്ചർക്ക് മനസ്സിലാവുന്നതുകൊണ്ട് അത്ര തരത്തിലുള്ള ആസ്വാദനം നമുക്ക് പറ്റില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രശ്നം എന്താ, നിങ്ങളൊരു PDF എടുത്തിട്ട് ഒരു ChatGPT പോലെയുള്ള പുതിയ ഏതെങ്കിലും ടൂളിലേക്ക് ഇട്ടിട്ട് ഇതിന്റെ ഒരു ആസ്വാദനം തയ്യാറാക്കി തരാൻ പറഞ്ഞാൽ ഇതാ കിടക്കുന്ന ആസ്വാദനം. അപ്പൊ ഇത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ കാണുന്നു.
നാളെ ഒരു പുസ്തകം വായിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒന്ന്, ഇതൊരു ഏതെങ്കിലും ഒരു ടൂളിലേക്ക് ഇട്ട് കൊടുക്കുക, ഇതിന്റെ സമ്മറി പറയുക. സമ്മറി പറഞ്ഞു, 4-5 ലൈൻ സമ്മറി പറഞ്ഞു. അപ്പൊ ഇത് പുസ്തകം വായിച്ചവനെ പോലെ സംസാരിക്കാൻ അവനും പറ്റും. കാരണം ഇതിന്റെ പ്രധാനപ്പെട്ട ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കടന്നു. അപ്പൊ ഇത് പുതിയ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും വലിയ തരത്തിലേക്കുള്ള സാങ്കേതിക മികവുകളൊക്കെ നമ്മളുടെ ജീവിതത്തെ വളരെ മെച്ചപ്പെടുത്ത രീതിയിലേക്കൊക്കെ കൊണ്ടുപോകേണ്ടുന്ന AI ടെക്നോളജി വായനയെ ഒരു പക്ഷേ ഞാനത് പൂർണ്ണമായിട്ടും പറയുന്നില്ല, ഒരു പക്ഷേ മോശമായ രീതിയിലേക്ക് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ കാണും. അപ്പൊ ആ രീതികളിൽ നന്നായി പുസ്തകം വായിക്കുന്നത്, ഒരു പുസ്തകത്തിലൂടെ കടന്നു പോകുന്നത്, പുതിയ പുസ്തകത്തിന്റെ മണവും ഒക്കെ അഡിക്റ്റഡ് ആവുന്ന, അതാണ് ജീവിതത്തിന്റെ ലഹരി എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് നമ്മുടെ തലമുറയെ സ്വാഭാവികമായിട്ട് പിടിച്ചിരുത്താൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. മറ്റ് ലഹരികളിലേക്ക് നമ്മളുടെ പുതിയ തലമുറ കടന്നു പോകുന്നത് വളരെ സജീവമായ രീതിയിലേക്ക് ചോദ്യങ്ങൾക്ക്, വിമർശനങ്ങൾക്കൊക്കെ വിധേയമാകുന്ന പുതിയ കാലഘട്ടത്തിൽ വായന പോലെയുള്ളതാണ് ജീവിതത്തിന്റെ ലഹരി എന്ന് പറയുന്ന ഇടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സ്വാഭാവികമായിട്ടും NSSന്റെ പ്രവർത്തകർക്ക്, NSSന്റെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സിന്, വളണ്ടിയേഴ്സിന് ഒക്കെയും കഴിയേണ്ടതുണ്ട്. ആ ഇടത്താണ് NSSന്റെ ഇടപെടലുകൾ ഈ ഒരു വിഷയത്തിൽ വളരെ സജീവമായിട്ട് പ്രസക്തമാവുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും വളരെ കുറച്ചു നേരം മാത്രം നിങ്ങളോട് ഈ ഒരു വിഷയത്തെ പറ്റി, അതിലെ എൻ്റെ ചില ചോദ്യങ്ങളെ പറ്റി, എൻ്റെ ചില അനുഭവങ്ങളെ പറ്റിയിട്ടൊക്കെ കുറച്ചു നേരം നിങ്ങളോട് പങ്കുവെക്കാൻ പറ്റിയതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.